ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഈ സമയം ഏകദേശം മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷം പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ വീടിന് മുമ്പിൽ ധാരാളം ആളുകൾ തടിച്ച് കൂടി നിൽക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ. ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ, ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിട്ടുള്ള തൃശ്ശൂർ വടൂക്കരയിൽ ധാരാളം കുടുംബങ്ങൾ മമ്മൂക്കയുടെ 73-ാം പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകമെങ്ങും മമ്മൂക്കയുടെ 73-ാം പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നടനും ഇതുവരെ കഴിയാത്തതാണ് 73-ാം പിറന്നാൾ ഇത്രയധികം ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. ഒരു നടനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതും 73-ാമത് പിറന്നാൾ. അന്നത്തെ കാലത്ത് പണ്ടത്തെ നസീർ സാറൊക്കെയുള്ള സമയത്തും ഇങ്ങനൊരു ആഘോഷം, ഇതുപോലെയുള്ളൊരു ഇൻ്റർനെറ്റ് വിപ്ലവവും മൊബൈലും ഒന്നുമില്ലാത്ത കാലത്ത് അങ്ങനെ ആഘോഷിക്കാൻ ഇത്രയധികം ആളുകളുണ്ട്. ഇഷ്ടമുണ്ട് കുറേ ആൾക്കാർക്ക്. എന്നെങ്കിലും ഇതുപോലെ ആഘോഷിക്കാൻ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് മാത്രമാണ് ഈ ഭാഗ്യമുള്ളത്. മലയാള സിനിമയിൽ 50 വർഷം പിന്നിട്ട മമ്മൂക്കയെ പോലെ ഇത്രയും ഡിഫറൻ്റായിട്ടുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തൊരു നടൻ ലോകത്തിൽ വേറെ ആരുമില്ല. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയൊരു നടനായിട്ട് വന്ന ആളൊന്നുമല്ല മമ്മൂക്കയെ 44 വർഷമായിട്ട് അന്നേ മുതൽ മനസ്സിൽ കൊണ്ട് സൂക്ഷിച്ച് അത്രയും മമ്മൂക്കയ്ക്ക് വേണ്ടി സിനിമകൾ 50-100 മുകളിലൊക്കെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മമ്മൂക്ക സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൊരു വ്യക്തി എന്ന് നിൽക്കും. ഇപ്പോഴും ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കാലം ഉണ്ടായിരിക്കും, ചെറുപ്പത്തിലുണ്ടായിരിക്കും, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അവസാനിപ്പിക്കും. പക്ഷെ ഇപ്പോഴും ഈ 54 വയസ്സായ ഈ സമയത്ത് മമ്മൂക്ക ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഒരു നടനും കിട്ടാത്തൊരിതാണ്, കഴിവാണ്. ഒരു നടനും ഇത്രയേറെ ആരാധകരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് മമ്മൂക്ക എല്ലാ രീതിയിലും, വ്യക്തിപ്രഭാവത്തിലായാലും അഭിനയത്തിലായാലും. അതുമാത്രമല്ല, അദ്ദേഹം സിനിമയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഇത്ര വലിയൊരു നടനൊന്നല്ലായിരുന്നു ശരിക്കും പറയാൻ. പക്ഷെ അന്ന് മുതൽ ആളുകൾക്ക് വലിയ നടൻ തന്നെയായിരുന്നു. എങ്കിലും ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ അന്നത്തെ ആരാധകനായിട്ട് പോലും അന്നത്തെ ഒരു സിനിമകളൊക്കെ, സ്റ്റാർട്ടിങ് സിനിമകളൊക്കെ വിൽക്കാനുള്ള സ്വപ്നങ്ങളും അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എത്രമാത്രം അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അത് ബോൺ ആക്ടറല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, എന്താ പറയുക, അദ്ദേഹം തന്നെ പറയുന്ന പോലെ, അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഞാൻ വലിയ ബോൺ ആക്ടറൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തേച്ച് മിനുക്കിയെടുത്ത് ഇന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇന്ത്യയിൽ തന്നെ ആരുമില്ല എന്നുള്ളതാണ്. എത്രയും ഡിഫറൻ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ കിട്ടിയാലും അത് ഗംഭീരമായി ചെയ്ത് ഫലിപ്പിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അതും ഓരോ ഭാഷയിലായിക്കോട്ടെ, ഏതൊരു ഭാഷയിലായിക്കോട്ടെ, സ്വന്തമായി ഡബ്ബിയും, ഹിന്ദി ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, മലയാളമായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചിത്രത്തിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരേ ഒരു നടൻ, മലയാള നടൻ അല്ലെങ്കിൽ ഇന്ത്യൻ നടൻ മമ്മൂക്ക മാത്രമാണ്. അപ്പോൾ എല്ലാത്തിനും വെറൈറ്റിയാണ് അത്. ഇത് പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടായിട്ട് കാര്യമില്ല, നല്ല വിഷമിച്ച് തന്നെ ഇരിക്കുക. മമ്മൂക്കയെ മുട്ടാൻ ഒരു നടനും ഇതുവരെ ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. കാരണം മറ്റുള്ള നടന്മാരൊക്കെ, മമ്മൂക്കയുടെ ഒപ്പം വന്ന നടന്മാരൊക്കെ, അവർ പഴയകാല സിനിമകൾ നല്ലതെന്ന് അവരുടെ ആരാധകർ പോലും പഴയ കാല അവർ സിനിമകളെക്കുറിച്ച് പറയുന്ന സമയത്ത് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ഏതാണ്, അതാണ് സൂപ്പർ എന്ന് പറയുന്ന പോലെ ആരാധകർ ഉണ്ടാക്കാൻ മമ്മൂക്കയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് വന്ന സിനിമകളെല്ലാം. ഈ കൊറോണയ്ക്ക് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഗംഭീര പ്രദർശന വിജയവും ഗംഭീര കഥാപാത്രങ്ങളാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇത്തവണ തന്നെ നാഷണൽ അവാർഡ് അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. കാരണം അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, കിട്ടില്ല എന്നതുകൊണ്ട് മാത്രം. പേരൻപായാലും അതൊക്കെ ചെറിയൊരു, എന്താ പറയുക, കരുതി കൂട്ടി കൊടുക്കാതിരുന്ന സിനിമകളാണ്. നൻപകൽ നേരത്ത് മയക്കം, ഭ്രമയുഗം, ഇങ്ങനെയുള്ള എത്ര സിനിമകൾ, കാതൽ തക്കോ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ചിത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പോലെ കഴിവുള്ളൊരു നടൻ ഇനിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരം ഒക്കെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ടും അദ്ദേഹം 73-ാം വയസ്സിൽ ഇന്നും ചെറുപ്പക്കാരൻ മുമ്പ് അദ്ദേഹം, അതായത് അദ്ദേഹം ഒരു
അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇടാണെങ്കിൽ അതായിരിക്കും ട്രെൻഡ്. ഇവിടെയുള്ള 23 വയസ്സുകാരനും 33 വയസ്സുകാരനും ഏതൊരു ഫോട്ടോ ഇട്ടാലും അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ട്രെൻഡാവണതും ഈ 73 വയസ്സുകാരൻ്റെ ഫോട്ടോ കണ്ടിട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ 73കാരൻ്റെ അടുത്താണ് മറ്റുള്ള 23 വയസ്സുകാരനൊക്കെ മത്സരിക്കുന്നത്. അവാർഡിനായി മത്സരിക്കുന്നത് അദ്ദേഹത്തെക്കാളും 10, 20, 30, 40 വയസ്സ് താഴെയുള്ള ആളുകളാണ്. അതാണ് ശരിക്കും ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് ലോകമെമ്പാടും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും നമ്മൾ ഒരു നടനും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒരു 73 വയസ്സുകാരനെ വെച്ചിട്ട് ആളുകൾക്ക് ഒരിക്കലും ഇനിയും ആളുകൾ പ്രൊജക്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ സിനിമകൾ തയ്യാറാക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ കോടികളൊക്കെ ചിലവാക്കി ഒരു സിനിമ തയ്യാറാക്കാൻ ഇത്തിരി പേടിക്കും. കാരണം അവർ പ്രായം നോക്കിക്കൊണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു 53 വയസ്സുകാരൻ്റെ പ്രാധാന്യത്തിൽ കൂടിയാണ് ആളുകൾ നോക്കിക്കാണുന്ന. രൂപത്തിൻ്റെ ഭാഗത്തും അത്ര ധൈര്യത്തിലാണ് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്നത്തോടു കൂടി, ഇന്ന് സെപ്റ്റംബർ 7 ആരംഭിച്ചിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞ്. അപ്പോൾ സെപ്റ്റംബർ 7 എന്ന ദിവസം ഒരിക്കലും മലയാളികൾക്ക് അല്ലെങ്കിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്നവർക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. ഓക്കെ.